ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പാവയ്ക്ക വെച്ചിട്ടുള്ളൊരു റെസിപ്പിയാണ്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ പാവയ്ക്ക മുളകിട്ടത്. ഇതിൽ നമ്മൾ തേങ്ങയൊന്നും ചേർക്കണില്ല, പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പം നമ്മുടെ പാവയ്ക്ക മുളകിട്ടത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു വലിയ പാവയ്ക്കയാണ്. പാവയ്ക്ക എടുക്കുമ്പോൾ ഒത്തിരി കയ്പില്ലാത്ത പാവയ്ക്ക എടുക്കാൻ ശ്രദ്ധിക്കുക. ഇതേപോലെ കനം കുറച്ച് അരിഞ്ഞെടുക്കുക. അപ്പോൾ അതാ നമ്മുടെ പാവയ്ക്കയെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വെച്ചു. കപ്പളവിനാണെങ്കിൽ ഒരു 2 കപ്പോളം ഉണ്ടാകും. ഇനി നമുക്കൊരു പാത്രം ചൂടാക്കാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ അതാ ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നാടൻ റെസിപ്പി ആയ കാരണം വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത്. ഒരു 1.5 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇതൊരു 1/4 കപ്പോളം ഉണ്ടാകും. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്, കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒരു 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ ഇളക്കി കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ചെറിയുള്ളി നന്നായിട്ടൊന്ന് വാടി വരും. അപ്പോൾ അതാ ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ ചെറുള്ളി നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പാവയ്ക്ക ചേർത്ത ശേഷവും ഒരു 6-7 മിനിറ്റോളം നമുക്ക് ഇളക്കി കൊടുക്കണം. പാവയ്ക്ക ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ അതാ ഒരു 7-8 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പാവയ്ക്ക അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുവാണ്. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ്. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കണം. ഞാനിവിടെ ഒരു 2.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യണത്. ഇതിന് എരിവ് കുറവായിരിക്കും, നല്ലൊരു കളറും കിട്ടും. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് 1 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നോർമൽ മുളക് പൊടിയാണെങ്കിൽ ഇത്രയും ചേർക്കണ്ട, നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതാ 1 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം സൈസുള്ള തക്കാളിയാണ്. അതേപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 3 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതാ ഒരു 2-3 മിനിറ്റോളം നമ്മൾ ഇളക്കി കൊടുത്തു. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പുളിവെള്ളമാണ്. പുളിവെള്ളം ഞാനൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി 1 കപ്പ് വെള്ളത്തിൽ ഒരു 15 മിനിറ്റ് മുമ്പ് കുതിർക്കാൻ വേണ്ടി വെച്ചു. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്ത വെള്ളമാണിത്. 1 കപ്പ് പുളിവെള്ളം അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് തിളച്ച് വന്നോട്ടെ. അപ്പോൾ അത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇതിങ്ങനെ ഇരിക്കട്ടെ. 10 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ പാവയ്ക്കൊക്കെ നന്നായിട്ട് വെന്തിട്ട് ചാറൊക്കെ ഒന്ന് കുറുകി വരും. അപ്പോൾ ഒരു 10 മിനിറ്റ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം. ചാറൊക്കെ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. പാവയ്ക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ശർക്കര, അതും അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ പഞ്ചസാര, ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. എനിക്കിവിടെ കുറച്ച് ഉപ്പ് കുറവുണ്ട്, കുറച്ച് ചേർത്ത് കൊടുക്കുവാണേ. അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് വറുത്തിടണം. അത് ചെയ്യാം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഉള്ളിയുടെ കളറൊന്ന് ചേഞ്ച് ആകണം. ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തു. ഇത് നമ്മുടെ പാവയ്ക്ക കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക.
അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക മുളകിട്ടത്. മിക്കപ്പോഴും നമ്മൾ പാവയ്ക്ക തീയലും അതുപോലെ തന്നെ തോരനും മെഴുക്കുവരട്ടിയൊക്കെയല്ലേ ഉണ്ടാക്കണത്. ഒരു പ്രാവശ്യം ഇതുപോലെ ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.